ഹലോ കൂട്ടുകാരെ, ഇത് എൻ്റെ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് മുടി നന്നായിട്ടൊന്ന് ഷോർട്ടാക്കണം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് എപ്പം നമ്മൾ മുടി വെട്ടാൻ പോയെന്ന് പറഞ്ഞാലും എന്നാ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ ആഗ്രഹിച്ച അത്ര ഷോർട്ടാവത്തില്ല. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇരിക്കുക, മുടിയാണെന്നുണ്ടെങ്കിൽ അപ്പടി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഞാൻ ഓർത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ വെട്ടിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ പാർലറിൽ ചെന്ന് ഹെഡ് വാഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ പിന്നെയും ചോദിച്ചു കേട്ടോ, ഇത്രയും ഷോർട്ടാക്കണോ? അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമം. ഇത്രയും ഒത്തിരി ഭയങ്കര ലോങ് ആണെന്നല്ല, ഇവിടുത്തെ ഇത് വെച്ചിട്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള മുടി കുറവാണല്ലോ. അവരങ്ങനെ അവരുടെ ആൾക്കാർക്ക് മുടി കുറവാണ്. അപ്പം നമ്മൾ ഇന്ത്യൻസിന് മുടിയുണ്ട്. അപ്പം പിന്നെയും ചോദിച്ചു. പിന്നെ എൻ്റെ മുടി നല്ല ചുരുണ്ട മുടിയായിരുന്നു. ചുരുണ്ട മുടിയായ കാരണം അവർക്ക് കേളി ആയിട്ടുള്ള മുടി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും സ്ട്രെയിറ്റ് ഹെയറാണ്. അപ്പോൾ അവർ കേളാക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എല്ലാം ചെയ്തുകൊണ്ട് കിടക്കുമ്പം നമ്മുടെ കേളി ആയിട്ടുള്ള മുടി നമ്മൾ സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുക, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു ഇത്രയും കേളിയായിട്ടുള്ള മുടി ചെയ്യണോ എന്ന് പിന്നെയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടിക്കോ, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ നീളം കുറച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് മറ്റേ ഇങ്ങനെ എന്തുവാ പറയുന്നത്, വലിയ വലിയ തിരമാലകൾ വന്നു പോകുന്ന കൂട്ടുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഇത്ര ലോങ് ഹെയറായിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇനി ഷോർട്ട് ഹെയറായിട്ട് അത് ചേരുമോ? ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാറായി, ചേരത്തില്ലെങ്കിൽ എന്നാ ചെയ്യും എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പൊന്നു വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. പൊന്നു അപ്പുറത്തിരുന്ന് അമ്മ വേണ്ടമ്മ വേണ്ടമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നേ. അവർ നല്ലതായിട്ട് നമ്മുടെ അടുത്ത് വർത്താനം എല്ലാം പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് ചോദിച്ച് അങ്ങനെയൊക്കെ ആട്ടോ ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് അവരുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ നമുക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവരെന്തെങ്കിലും കംപ്ലൈൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് പണിയാവുമേ. കാരണം ഇവിടുത്തെ ഓരോ നിയമങ്ങൾ അങ്ങനെയൊക്കെയാണേ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വീഡിയോ എടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് മുടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. ഈ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നമുക്കൊരു മേക്ക് ഓവർ ചെയ്യണം, നമുക്കൊരു ചേഞ്ച് വേണം എന്നെല്ലാം ആഗ്രഹിച്ചാലും നമുക്ക് എല്ലാവരുടെയും പെർമിഷൻ വേണം മുടി വെട്ടാനായിട്ടല്ലേ. അത് എനിക്കറിയത്തില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാർക്കും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറുപ്പം മുതലേ മുടി വെട്ടാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ എനിക്കറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം എന്നോർത്താണ് ഞാനിതിങ്ങനെ. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മുടിയെല്ലാം വെട്ടി അവർ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുമോ. പുള്ളിക്കാരി ചോദിച്ചു ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ലുക്കാണ് ഇത് കേട്ടോ. എനിക്ക് പക്ഷെ മുടി വെട്ടിയപ്പോൾ എനിക്ക് ചേരുന്ന പോലെ കേട്ടോ തോന്നിയത്. ഷോർട്ട് ഹെയർ ആയപ്പോൾ ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. പൊന്നു ആ വീഡിയോ എടുത്തിരുന്നതേ. പൊന്നു അവിടെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അവസാനം പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലുക്കായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നതേ, എല്ലാവരുടെയും പെർമിഷൻ എടുക്കണ്ടേ നമുക്ക്. അതാണ് ഈ മുടി വെട്ടുമ്പോഴുള്ളൊരു പ്രശ്നം. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതെ, മുടി വെട്ടിക്കഴിഞ്ഞ് ഞാൻ നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്തോഷമാണ് ഈ കാണുന്നത്. എനിക്കറിയത്തില്ല ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഇടാമേ കേട്ടോ.